ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു എസ് വേരിയന്റിലുള്ള ഹുണ്ടായി വെന്യൂ ആണ്. ഇതിന്റെ ഒരു ഡ്രൈവ് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേച്ചർ DC വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡ്രൈവ് ചെയ്യാൻ പോകുന്ന വണ്ടി ഹുണ്ടായി വെന്യൂയുടെ എസ് വേരിയന്റ് മിഡിൽ ഓപ്ഷൻ ആണ്. ഈ ഒരു വണ്ടി, ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുവാണെങ്കിൽ 11 ലക്ഷത്തിനുള്ളിലാണ് ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഓവറോൾ കാര്യങ്ങൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഹാലജൻ ആയിട്ടുള്ള ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധ്യഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള ഹുണ്ടായിയുടെ ബാഡ്ജിങ്ങും ക്രോമിയം ഫിനിഷിംഗും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു സ്കേർട്ടിന്റെ ഒരു ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഫിനിഷിംഗും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റും നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബോണറ്റ് നോക്കുകയാണെങ്കിൽ ഉയർന്നു നിൽക്കുന്ന ബോണറ്റ് ആണ്. ഒരു SUV-യുടെ ഒരു ക്യാരക്ടർ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വൈപ്പേഴ്സ് നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു പ്രസൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. പിന്നെ എഞ്ചിൻ വൈസ് നോക്കുകയാണെങ്കിൽ 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഇതിന്റെ പവർ വരുവാണെങ്കിൽ 82 bhp 6000 RPM. അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 113 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് 4000 RPM ഈ ഒരു ഇതിന്റെ ഒരു പവർ ഫിഗേഴ്സ് ഒക്കെ വരുന്നത്. ഇത് ജസ്റ്റ് ഡ്രൈവ് വീഡിയോ ആണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് സ്പീഡായിട്ടെല്ലാം പറഞ്ഞു വന്നത്. ജസ്റ്റ് പറഞ്ഞ് പോയതിനു ശേഷം നമുക്ക് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം. വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഒരു ടയർ സൈസ് വരുന്നത് 15 ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത്. 195, 65, 15 ടയർ സൈസ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് സസ്പെൻഷൻ വരുന്നത് McPherson സ്റ്റഡ് ഡിസ്ക് ബ്രേക്ക് ആണ് ഫ്രണ്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മിററിന്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ടേണിംഗ് റേഡിയസ് നോക്കുകയാണെങ്കിൽ 5.1 മീറ്റർ ആണ് ഇതിന്റെ ഒരു ടേണിംഗ് റേഡിയസ് വരുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് 190 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഒരു ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ട് കാണാൻ പറ്റും. ഒരു സൈഡൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാഡിംഗ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. വലിയ ഗ്ലാസ് ഏരിയ ഇവിടെ ഒരു വശങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഡോർ ഹാൻഡിലൊക്കെ ബോഡി കളറിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടി നൈറ്റ് എഡിഷൻ ആണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ട്വിസ്റ്റ് വീം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക് ഡ്രം ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു വശങ്ങളിലുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു റൂഫ് റെയിൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ വെന്യൂയുടെ ബാഡ്ജിങ് കാണാൻ പറ്റും, ഹുണ്ടായിന്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ റിവേഴ്സ് സെൻസേഴ്സ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഡിഫോക്കൽ ലൈൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ചെറിയൊരു സ്പോയിലർ പോലുള്ള ഒരു പോർഷനും കാണാൻ പറ്റും. പിന്നെ ഇത് അവിടെ ഷാർക്ക് ഫിൻ ആന്റിന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഓവറോൾ കാര്യങ്ങളുള്ളത്. പിന്നെ ഡിക്കി സ്പേസ് നോക്കുവാണെങ്കിൽ 350 ലിറ്ററുള്ള ഡിക്കി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സ്റ്റെപ്പിനി വീൽ ഇതിന്റെ അടിയിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ തുറന്നു കാണിച്ചു തരാം. ഈ രീതിയിലാണ് ഇതിന്റെ സ്റ്റെപ്പിനി വീൽ കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ഇതിന്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ഇതിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ആ വാണിങ്ങിന്റെ ഇൻഡിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിന്റെ ഡിക്കിന്റെ കാര്യങ്ങളുള്ളത്. പിന്നെ ഫ്ലാറ്റ് ആണ് ഡിക്കി. നമുക്ക് നല്ല ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ ഇതായിരിക്കും. പിന്നെ അത്യാവശ്യം നല്ല സ്പീഷീസ് ആയിട്ട് ഡിക്കി എന്ന് വേണം പറയാൻ. ഈ രീതിയിലാണ് ഇതിന്റെ ഡിക്കി. ചെറിയ ഡിപ്പ് ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഡിക്കിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഡോർ പാഡ് നോക്കുവാണെങ്കിൽ നല്ല പ്ലാസ്റ്റിക് തന്നെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഡോർ പാഡ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഒരു കവറിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാർസൽ ട്രേ എക്സ്ട്രാ നമുക്ക് വെക്കാനൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ തൊട്ട് മേളിലേക്ക് വരുവാണെങ്കിൽ പാർസൽ ട്രേ വരും. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഡിക്കിന്റെ കാര്യമുള്ളത്. പിന്നെ നോക്കുവാണെങ്കിൽ ഡോർസ് ഒക്കെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഡോറാണ്. ഒരു സ്റ്റോപ്പ് മൗണ്ട് ബ്രേക്ക് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് മൗണ്ട് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ലാമ്പ് ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 45 ലിറ്റർ ആണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പിന്നെ കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് 21 കിലോമീറ്റർ ആണ് ഇതിന്റെ ഒരു കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. ഏകദേശം ഒരു 18 വരെ എന്തായാലും കിട്ടണം. ഫസ്റ്റ് സർവീസ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. ഇപ്പോൾ ഒരു 12.5 ആണ് ഇപ്പോൾ കാണിക്കുന്നത്. സർവീസ് കഴിഞ്ഞിട്ടില്ല. ആകെ ചുരുങ്ങിയ കിലോമീറ്റർ 250 കിലോമീറ്റർ ഉള്ളിൽ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഏകദേശം ഒരു ഫസ്റ്റ് സർവീസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ആ ഒരു മൈലേജ് ഒരു 18 റേഞ്ചിലേക്ക് കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവിടുത്തെ ഒരു റിവേഴ്സ് ലാമ്പ് ഇവിടെയാണ് വരുന്നത്. അതായത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. റിവേഴ്സ് ലാമ്പ് ഇവിടെയാണ്. ടൈൽ ലാമ്പ് ഒക്കെ നല്ല സ്റ്റൈലാണ്. നമുക്ക് ഇതിന് മുന്നേ വണ്ടികൾ കണ്ടിട്ടുണ്ടാവും. ഡോർ തുറക്കുവാണെങ്കിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഡോറാണ്. തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ടൂട്ടർ കൊടുത്തിട്ടുണ്ട്. സ്പീക്കറും വന്നിട്ടുണ്ട്. 4+2 രീതിയിലാണ് ഇതിന്റെ സ്പീക്കർ. 4 സ്പീക്കർ അതുപോലെ തന്നെ 2 ടൂട്ടറും വരുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പവർ വിൻഡോന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോക്ക് അൺലോക്ക് അതുപോലെ തന്നെ മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. വിൻഡോ ലോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ആംറെസ്റ്റും ചെറിയൊരു സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നേരെ ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് AC വിൻഡോ ഒക്കെ കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്കിന്റെ ഫിനിഷിംഗ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ ട്രാക്ഷൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കളേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്കിന്റെയും വൈറ്റിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇത് സ്റ്റിയറിംഗ് നോക്കുവാണെങ്കിൽ ടിൽറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട് ഇതിന്റെ ഒരു ഇന്റഗ്രേഷൻ ഒക്കെ കാര്യങ്ങൾ. പിന്നെ കളർ കോമ്പിനേഷനും അടിപൊളിയാണ്. പിന്നെ നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയാണ് ബോണറ്റിന്റെ ലിഡ് ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെ ഇവിടെ പെട്രോളിന്റെ ഓപ്പണിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ സീറ്റ് മുന്നോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇതും കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടില്ല. ഇതിന്റെ മുകളിലത്തെ ഓപ്ഷനിലേക്ക് വരുവാണെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ നേരെ കയറുമ്പോൾ ഉള്ളത്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഡ്രൈവ് ചെയ്ത് നോക്കാം. മഴ ഏകദേശം വന്ന് നിൽക്കുന്നുണ്ട്, ഇപ്പൊ പെയ്യുന്നുള്ള രീതിയിലാണ് ഉള്ളത്. നമുക്ക് ഏതായാലും വണ്ടിന്റെ ഉള്ളിൽ കയറാം. അപ്പോൾ നമ്മളിത് ആ വണ്ടിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഡോർ എടുക്കുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഇത് കുറച്ച് സീറ്റ് ഒന്ന് ഇതാക്കിയിടാം, കുറച്ച് ബാക്കോട്ട്. ഇതിന്റെ കീ വരുന്നത് ഇതാണ്. ഇതിന്റെ കീ വരുന്നത് ഫോൾഡിംഗ് ആയിട്ടുള്ള കീ ആണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ റിമോട്ട് അൺലോക്ക്, ലോക്ക് അൺലോക്ക്, പിന്നെ നമ്മളുടെ ഡിക്കിയുടെ ഇതും കൊടുത്തിട്ടുണ്ട്. ഫോൾഡിംഗ് ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള കീ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ മീറ്റർ ലെസ് നോക്കാം. മീറ്റർ ലെസ് നോക്കുവാണെങ്കിൽ ഓണായി വരുന്ന ഈ രീതിയിലാണ്. ഒന്ന് സിസ്റ്റം ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ. ജസ്റ്റ് ഒന്നും കൂടി ഓണായി കാണിച്ചു തരാം. ഇത് ഓഫാക്കി അതിന് നടുക്കൊരു TFT ഡിസ്പ്ലേ ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽ പറയാം. നമ്മൾ ജസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ ഇതാ സിസ്റ്റം ചെക്ക്, വണ്ടി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് RPM മീറ്റർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഭാഗത്ത് സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്യൂൽ ഗേജ് ആണ്. അതുപോലെ തന്നെ ഇവിടെ വണ്ടിയുടെ ഹീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓഡോമീറ്റർ, പിന്നെ ഫ്യൂൽ അപ്പ് ചെയ്യാനുള്ള കിലോമീറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ട്രിപ്പാണ് കേട്ടോ, ട്രിപ്പ് മീറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൺട്രോൾസ് ഒക്കെ ഇതിലാണ് വരുന്നത്. അതായത് സെന്ററിലുള്ള ആ ഒരു ഡിസ്പ്ലേയുടെ കൺട്രോൾസ് ഇതിൽ മാറ്റാൻ പറ്റും. ഇതോ ഡ്രൈവർ അസിസ്റ്റൻസ്, ക്ലസ്റ്റർ, ലൈറ്റ്, ഡോർ, കൺവീനിയൻസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ തന്നെ മാറ്റാൻ പറ്റും. യൂണിറ്റ്, ഡ്രൈവ് ടു ഡിസ്പ്ലേ, ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് മാറും. ഇത് ജസ്റ്റ് സെലക്ട് ചെയ്ത് നോക്കുകയാണ്. ടെമ്പറേച്ചർ യൂണിറ്റ്, ഡിഗ്രി സെൽഷ്യസ്, ഫാരൻ ഹീറ്റിനൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫ്യൂൽ അക്കൗണ്ട്, ടയർ പ്രഷർ യൂണിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ റീസെറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടി നോക്കി കഴിഞ്ഞാൽ ഡ്രൈവ് ടു ടയർ പ്രഷർ മോട്ടറിന്റെ കാര്യമാണ് ഇത് കാണിക്കുന്നത്. ഇതാണ് ഇതിന്റെ മീറ്റർ ലിസ്റ്റിന്റെ കാര്യമുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ആക്കാം. നല്ല ചൂടുണ്ട്, മഴക്കാലമാണ്, ഇപ്പോൾ നല്ല ചൂടുണ്ട്. ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റിയറിംഗിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഇതിന്റെ ബട്ടൺസ് ഒക്കെ ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വോയിസ് കമാൻഡിന്റെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ മോഡ്, നമ്മുടെ മ്യൂസിക്കിന്റെ മോഡ് മാറ്റാനുള്ളതും വോളിയം അപ്പും ഡൗൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ നെക്സ്റ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, പിന്നെ കോൾ ബട്ടൺ, പിന്നെ ഫേവറേറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ മെനു സെലക്ഷൻ ബട്ടണും പിന്നെ ഈ മെനു സെലക്ഷന്റെ കീ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു പ്രീമിയം രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് വന്നിട്ടുള്ളത്. ലെതർ റാപ്പ് അല്ല, നമുക്ക് വേണമെങ്കിൽ കവർ ചെയ്യണം. പിന്നെ ഇതിന്റെ ഡിസൈനിങ് ഒക്കെ നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. ഇവിടെ ഒരു ബ്രഷ് അലുമിനിയത്തിന്റെ ഫിനിഷിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി നേരെ മധ്യഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു 8 ഇഞ്ചിന്റെ ഒരു ടച്ച് സ്ക്രീൻ ആണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേയും വയർലെസ് ആയിട്ടുള്ള കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു സ്പീക്കേഴ്സിന്റെ കണക്ഷൻ വരുവാണെങ്കിൽ 4 സ്പീക്കർ 2 ട്യൂട്ടറാണ് വരുന്നത്. ഇതിൽ നമുക്ക് മ്യൂസിക്കിന്റെ കൺട്രോൾ ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതാണ് വരുന്നത്. നമ്മൾ i20 കണ്ടിട്ടുണ്ടായിരുന്ന ഈ രീതിയിൽ. ഇത് പൊസിഷൻ, ഇക്വലൈസർ, ഇതിനെ പറ്റി അറിയുന്നവർക്ക് നല്ല രീതിയിൽ ട്യൂൺ ചെയ്യാൻ പാകത്തിനുള്ള ഒരു സെറ്റാണ് വന്നിരിക്കുന്നത്. അതായത് ഡിവൈസ് കണക്ഷൻ, ബാക്കിയുള്ള സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡിവൈസ് കണക്ഷൻ, ഇത് ബ്ലൂടൂത്ത് കണക്ഷൻ ആണ്. ഇത് ഡിസ്പ്ലേന്റെ ഇത് മാറാനുള്ള കാര്യങ്ങൾ, ബ്രൈറ്റ്നസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ ഇതിന്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. കാലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേർഷൻ, അതിന് ബ്ലൂടൂത്ത് വേർഷൻ, ഇതിന്റെ സെറ്റിന്റെ വേർഷൻ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വൈഫൈ, ക്ലൈമറ്റിന്റെ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ എവിടെയൊക്കെ ഒരു മാറ്റ് ബ്ലാക്കിന്റെ ഒരു ഫിനിഷിംഗ് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു കാണാൻ തന്നെ ഒരു സ്റ്റൈൽ ആയിട്ടുണ്ട്. ഈ ഒരു മാറ്റിന്റെ ഒരു ഫിനിഷിംഗ് വരുമ്പോൾ ഈ ഒരു പോർഷനിലും മാറ്റിന്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ AC വിന്റെ ചുറ്റുമായിട്ട് ബ്രഷ് അലുമിനിയത്തിന്റെ ഒരു ഫിനിഷിംഗ് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു പിയാനോ ബ്ലാക്കിന്റെ ഇതും വന്നിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇങ്ങനെയല്ല വരാറ്, വേറെ രീതിയിലാണ്. ഒരു റൊട്ടേറ്റോ അല്ലെങ്കിൽ ഇവിടെ സെപ്പറേറ്റ് കൊടുക്കാറ്. പക്ഷെ ഇതിൽ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ക്ലോസിങ്ങിന്റെ കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് കാണാൻ അടിപൊളിയാണ്. ഇനി നേരെ താഴേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ ഒരു റോട്ടറി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സെന്ററിൽ ഒരു പിയാനോ ബ്ലാക്കിന്റെ ഫിനിഷിംഗ് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തും പിയാനോ ബ്ലാക്കിന്റെ ഫിനിഷിംഗ് വന്നിട്ടുണ്ട്. ഹസാർഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ മാനുവലായിട്ട് AC വന്നിട്ടുണ്ട്. AC-യുടെ ബട്ടൺസും കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. AC-ന്റെ ഫാനിന്റെ സ്പീഡ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, പൊസിഷൻ ഒക്കെ ചെയ്യാനുള്ള കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡീഫോഗർ ലൈൻ, അതായത് റിയർ ഡീഫോഗറിന്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ ഇത് ഇവിടെ ചാർജിങ്, ഇത് 12 വോൾട്ട് 120 വാട്ട്സിന്റെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ USB ചാർജിങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സി ടൈപ്പ് ചാർജിങ്ങും ഇവിടെ വയർലെസ് ചാർജറിന്റെ ഓപ്ഷനും കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഒരു അറേഞ്ച്മെന്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ്. പിന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മാനുവൽ ആയിട്ടുള്ള ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് ഹോൾഡറും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ആംറസ്റ്റ്, കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ള രീതിയിലാണ് ആംറസ്റ്റ് വന്നിട്ടുള്ളത്. ഇതിലാണ് ഇതിന്റെ സെൻട്രൽ കൺസോളിന്റെ കാര്യങ്ങളിൽ. ഇനി നേരെ ഡാഷ്ബോർഡിന്റെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഡാഷ്ബോർഡിന്റെ ഡിസൈനിങ് ഒക്കെ വന്നിരിക്കുന്നത്. അത് ബ്ലാക്കിന്റെയും അതുപോലെ തന്നെ വൈറ്റിന്റെയും പിയാനോ ബ്ലാക്ക്, മാറ്റ് ബ്ലാക്ക്, അങ്ങനത്തെ ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. അടിപൊളി ഡിസൈനിങ് ആണ്. ഇത് അവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് കാണാൻ പറ്റും. ഈ രീതിയിലാണ് ഇതിന്റെ ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയും നമുക്ക്
നല്ല രീതിയിലുള്ള സ്റ്റോറേജ് ഇവിടെയും കാണാം പറ്റും. ഒരു ബോർഡിലൊക്കെ വലിയൊരു ബോർഡിൽ സ്റ്റോർ ചെയ്യാൻ പാകത്തിനാണ് ഇവിടുത്തെ സ്റ്റോറേജ് കൊടുത്തിട്ടുള്ളത്. സീറ്റ് നോക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഡിസൈനിലുള്ള സീറ്റ് വന്നിട്ടുണ്ട്. നല്ല ഹഗ് ചെയ്യുന്ന രീതിയിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഡ്രൈവർ സൈഡ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അത് കൂടി ഇൻക്ലൂഡ് ആക്കാമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ബാക്കിയുള്ള കുറെ ഫീച്ചേഴ്സ് ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ മാനുവൽ ഡിമ്മിംഗ് ആയിട്ടുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് മിററിന്റെ കൺട്രോൾസും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുന്നത്. മാനുവലി ഡിമ്മിന്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഭാഗത്തല്ല ലൈറ്റ് കൊടുത്തിരിക്കുന്നത്, മധ്യഭാഗത്തേക്കായിട്ടാണ് മൊത്തം ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു മൈക്ക്, നമ്മളുടെ ഈ മ്യൂസിക് കൺട്രോൾസിന്റെ മൈക്കിന്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വോയിസ് കമാൻഡും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഒരു സെറ്റാണ് അത്. പിന്നെ ഇതാ ഈ ഒരു ഷെയ്ഡിൽ വാൻറ്റി മിറേഴ്സ് ഒന്നും വന്നില്ല ഡ്രൈവർ സൈഡിൽ. കോ ഡ്രൈവർ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ വാൻറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ മുൻഭാഗത്ത് ഓവറോൾ കാര്യങ്ങളുള്ളത്. അപ്പൊ നേരെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ പിൻഭാഗത്തെ ഡോറും ഈ രീതി തന്നെ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കിന്റെയും ഒരു വൈറ്റിന്റെയും പിന്നെ ഒരു മാറ്റ് ബ്ലാക്ക് അല്ല മാറ്റ് സിൽവറിന്റെ ബ്രഷ്ഡ് അലുമിനിയത്തിന്റെ ഒക്കെ ഒരു ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പിൻഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ചെറിയൊരു സ്റ്റോറേജ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഡോറിൽ തന്നെ സ്പീക്കർ കാണാൻ പറ്റും. പിന്നെ വലിയ ഗ്ലാസ് ഏരിയയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ നല്ല ലെഗ് സ്പേസ് ഉണ്ട്. വണ്ടിന്റെ സീറ്റ് അത്യാവശ്യം കുറച്ച് ബാക്കോട്ട് നമ്മൾ നേരത്തെ വീഡിയോ എടുക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും സ്പേസ് ഉണ്ട് ലെഗ് സ്പേസിന്. പിന്നെ ഇവിടെ ഒരു ഡിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ് റൂം അടിപൊളിയാണ്. നല്ല സ്പേസിന്റെ കാര്യത്തിൽ അടിപൊളിയാണ് ഈ ഒരു വണ്ടിയുടെ കാര്യം. പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ AC വെന്റ് കൊടുത്തിട്ടുണ്ട്. AC വെന്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീ പോർട്ട് ചാർജിങ്ങിന്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 പേർക്ക് നല്ല സുഖമായിട്ട് ഇരിക്കാൻ പാകത്തിനുള്ള സീറ്റാണ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആംറസ്റ്റ് വന്നിട്ടില്ല, പക്ഷേ സീറ്റ് ബെൽറ്റൊക്കെ നല്ല ഇത് പ്ലേസിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂഫിൽ ഒരു ലാമ്പും കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്താണ് ഇതിന്റെ റൂഫ് ലാമ്പ് വന്നിട്ടുണ്ട്. ഹാലജൻ ആയിട്ടുള്ള ലാമ്പാണ് പിൻഭാഗത്തേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിനാണ് പിൻഭാഗത്തെ കാര്യങ്ങളുള്ളത്. അപ്പൊ നമ്മൾ ഓവറോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്ക് മെല്ലെ ഒന്ന് ഓടിച്ചു നോക്കാം. ഓടിച്ചു നോക്കുമ്പോഴുള്ള കാര്യങ്ങൾ ഞാൻ ഓരോന്നായിട്ട് പറയാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിൽ കയറി ഇരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നല്ലൊരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. എട്ടിയോസ് നിന്ന് ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ ഇതാണെന്ന് അറിയില്ല, പക്ഷേ നല്ലൊരു പൊസിഷനിലാണ് നമ്മൾ ഇരുത്തം വരുന്നത്. വിസിബിലിറ്റി ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഇതിന്റെ ക്ലച്ച് ചവിട്ടി പിടിച്ചാൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പുഷ് സ്റ്റാർട്ട് ബട്ടൺ പോലെ തന്നെയാണ് ഇത്. ക്ലച്ച് ചവിട്ടി പിടിച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഓവറോൾ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഹെഡ് ലാമ്പ്സിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ നമ്മൾ ഇത് നോക്കുവാണെങ്കിൽ വൈപ്പേഴ്സിന്റെ ഇത് നോക്കുവാണെങ്കിൽ വൈപ്പേഴ്സിന്റെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ i20 കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടയർ പ്രഷർ മോണിറ്റർ വരുന്നുണ്ട്. അതുപോലത്തെ കുറെ കാര്യങ്ങളുണ്ട്. സേഫ്റ്റിയുടെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ 6 എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, EBD വരുന്നുണ്ട്, ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട്, അങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിന്റെ സസ്പെൻഷൻ അടിപൊളിയാണ്. നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. 15 ഇഞ്ചാണ് വീല് വരുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 200 mm ഇല്ല, 190 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പക്ഷെ അതൊക്കെ നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഓടിക്കുമ്പോൾ നല്ലൊരു സസ്പെൻഷന്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. സാധാരണ വലിയൊരു വണ്ടി ഓടിക്കുമ്പോൾ വലിയ ടയർ സൈസുള്ള വണ്ടിയിൽ ഓടിക്കുമ്പോൾ ഒരു ഫീലാണ് കിട്ടുന്നത്. ഒരു ഒഴുക്ക് എന്ന് പറയില്ല, നമ്മൾ ഓടിക്കുമ്പോൾ ഒഴുക്ക് നമുക്ക് ഇതിൽ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കോർണറിംഗിൽ വലിയ രീതിയിൽ ഒരു ബോബ്ലിങ്ങോ അതുപോലെ തന്നെ ഷേക്കിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല ഒരു ഇതായിട്ട് കിട്ടുന്നുണ്ട് ഹാൻഡ്ലിങ്ങിൽ. പിന്നെ സ്റ്റിയറിംഗ് വീല് ചെറിയ രീതിയിലാണ് സ്റ്റിയറിംഗ് വീല് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ കാര്യം നോക്കുവാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിന്റെ പവർ നോക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിന്റെ എഞ്ചിൻ സ്പെക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1200 cc 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 82 bhp അതുപോലെ തന്നെ 113 Nm ആണ് ടോർക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷേ റെസ്പോൺസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള എഞ്ചിനാണ്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പവർ ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ലൊരു വെയിറ്റും അതുപോലെ തന്നെ സൈസിലുള്ള വണ്ടി ആയിരുന്നിട്ട് പോലും നല്ല രീതിയിലുള്ളൊരു പവർ നമുക്ക് കിട്ടുന്നുണ്ട്. ടോർക്കൊക്കെ 113 ടോർക്കിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പൊതുവെ ഹ്യുണ്ടായിന്റെ വണ്ടിയുടെ കാര്യത്തിൽ ഇതിന്റെ നമ്മുടെ കംഫർട്ടിന്റെ കാര്യവും പവറിന്റെ കാര്യത്തിലും വലിയൊരു സീൻ ഉണ്ടാവാറില്ല. അപ്പൊ ഇതില് ആ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഡ്രൈവ് എക്സ്പീരിയൻസ് ഉള്ളത്. നമ്മൾ അത്യാവശ്യം കുറച്ച് ഓടിച്ചിട്ടുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് വലിയൊരു റഷൊന്നും ഇല്ലാതുകൊണ്ട് നല്ല സമാധാനത്തിൽ ഓടിക്കാൻ പറ്റുന്ന, നല്ല റിലാക്സ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. പവർ വേണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പവറും ചവിട്ടി കയറ്റി ഓടിക്കാനും പറ്റും. അതുപോലെ തന്നെ റിലാക്സ് ചെയ്ത് ഓടിക്കാനും. എനിക്ക് റിലാക്സ് ചെയ്ത് ഓടിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു നല്ലൊരു ഫീൽ കിട്ടുന്നത്. പിന്നെ AC പവറും നല്ല പവർഫുൾ ആയിട്ടുള്ള AC ആണ്. അപ്പൊ അത്രയാണ് ഇതിന്റെ ഓവറോൾ ഓടിച്ചിട്ടുള്ള എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓവറോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചില കാര്യങ്ങൾ മാറ്റമുണ്ട്. ഇവിടെ DRL അല്ല, ഇവിടെ ഇൻഡിക്കേറ്റർ മാത്രമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷനിൽ DRL നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. ഇതിൽ DRL വരുന്നില്ല. ഇതിൽ DRL നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഹാലജൻ ആണ്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഫോഗ് ലാമ്പ് ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഈ ഒരു ഹെഡ്ലൈറ്റിന്റെ പൊസിഷൻ വെച്ചിട്ട് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിസിബിലിറ്റി കിട്ടുമായിരിക്കും. പിന്നെ ആകെ ഒരു 250 കിലോമീറ്റർ മാത്രമേ ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ നേരത്തെ ഓവറോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 11 ലക്ഷമാണ് ഇതിന്റെ ഒരു 11 ലക്ഷത്തിനുള്ളിലാണ് ഇതിന്റെ ഒരു ഓവറോൾ പ്രൈസ് വരുന്നത്. ആ പ്രൈസിംഗ് വെക്കുന്ന ബെസ്റ്റ് വണ്ടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് 21 കിലോമീറ്റർ ആണ് മൈലേജ് പറയുന്നത്.
ഏകദേശം നമുക്ക് 12 പോയിന്റ് സംതിങ്ങോളം ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത് ഒരു ഫസ്റ്റ് സർവീസ് ഒക്കെ കഴിയുമ്പോൾ അത്യാവശ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നോക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷനിലെ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് 190 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുവാണെങ്കിൽ 190. പിന്നെ ടേണിംഗ് റേഡിയസ് നോക്കുവാണെങ്കിൽ 5.1 മീറ്റർ ആണ് ഇതിന്റെ ടേണിംഗ് റേഡിയസ് വരുന്നത്. ഓവറോൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പൈസക്കുള്ള വർത്തായിട്ടുള്ള വണ്ടിയാണ്. ഉള്ള സ്പീഷീസ് ആയിട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പവർ കിട്ടുന്നുണ്ട്, കംഫർട്ടാണ്. ആ ഒരു പൈസക്കുള്ള ഒരു വർത്തായിട്ടുള്ള ഒരു വണ്ടി ആയിട്ട് തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഓടിച്ച എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.